ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫുഡൊക്കെ കഴിച്ച് റൂമിലേക്ക് നമ്മുടെ ബാലൻ കയറി വരുമ്പോഴത്തേക്കും ടാബ്ലറ്റ് കഴിച്ചോ എന്ന് ചോദിച്ചു. കഴിച്ചെന്ന് പറഞ്ഞു. നാളെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം, ബാലചന്ദ്രൻ വാങ്ങിക്കോ, അതൊക്കെ ഞാൻ വാങ്ങിക്കണമെന്ന് ചോദിച്ചപ്പം നീ വാങ്ങിച്ചോളാൻ പറഞ്ഞു ബാലചന്ദ്രൻ. ആ സമയത്ത് ഞാൻ വാങ്ങണമെങ്കിലേ ടൗണിലെ തിരക്കിലോട്ട് കാറും തള്ളിക്കൊണ്ട് വരണ്ടേ എന്ന് ചോദിക്കാം. ബാലചന്ദ്രനാണെങ്കിൽ ടൗണിൽ തന്നെയല്ലേ ഉള്ളത്, മെഡിക്കൽ സ്റ്റോറിലേക്ക് ഒന്ന് കയറിയാൽ പോരേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ഇതാദ്യമേ അങ്ങ് പറഞ്ഞാൽ പോരെ അമ്മയുടെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇപ്പം എന്നാ പറ്റിയെന്ന് വൈജി അന്നേരം ചോദിക്കാം. ഇതിൻ്റെ അടുത്ത് ഒന്നിനും പറ്റത്തില്ലല്ലോ എന്ന് ഓർത്ത് ബാലചന്ദ്രൻ അന്നേരം അവിടെ നിൽക്കുക കേട്ടോ. മെഡിക്കൽ കാർഡ് ഇങ്ങനെ തരാൻ പറഞ്ഞു. അപ്പോൾ അത് നാളെ തന്നാൽ പോരെ എന്നും ചോദിച്ചു ഇങ്ങനെ പുള്ളിക്കാരി. അപ്പോൾ അതേ മറന്നെങ്ങാനും പോയിട്ട് പിന്നെ എന്നെ കുറ്റം പറഞ്ഞേക്കരുത് കേട്ടോ എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ വൈദ്യ ഇങ്ങനെ അത് ശരിയാണല്ലോ എന്ന് പോലെ നിൽക്കാം. എൻ്റെ പേഴ്സ് എവിടെയോ ഞാൻ വെച്ചിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞിങ്ങനെ നോക്കി പറഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ ആ പേഴ്സ് എടുത്തു. ആ പേഴ്സിൽ കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ അതെടുത്ത് നോക്കുക. അങ്ങനെ ബാലചന്ദ്രൻ അതെല്ലാം തപ്പുക കേട്ടോ. അങ്ങനെ പേപ്പറുകളെല്ലാം തപ്പിക്കഴിഞ്ഞപ്പോഴത്തേക്കും രാവിലെ കാണാതെ പോയെന്ന് പറഞ്ഞ മോതിരം അതിൽ നിന്ന് ബെഡിലേക്ക് ചാടി. ആ സമയത്ത് വൈജ അന്തം വിട്ട് ഇങ്ങനെ ബാലചന്ദ്രനെ നോക്കുന്നു. ബാലചന്ദ്രനും വൈജ ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ്. കാണാതെ പോയി ആ മോതിരവേ ഞെട്ടിപ്പോയി വൈജ. ആ സമയത്ത് ബാലചന്ദ്രൻ ആ മോതിരം എടുത്ത് ഇങ്ങനെ പിടിച്ചു നോക്കുവാണ്. എന്നിട്ട് ഈ പുള്ളിക്കാരി ഒന്ന് നോക്കി. എന്നിട്ട് നേരെ വൈജയുടെ അടുത്തേക്ക് ചെന്ന് ചൂളി വെളറി വെളുത്ത് നാറി നാണം കെട്ടവൻ. ആ കാഴ്ച കണ്ടപ്പോഴത്തേക്കും വൈജ ഇങ്ങനെ നിൽക്കുകയാണ് ബാലചന്ദ്രൻ്റെ മുന്നിൽ. ഇതല്ലേ നിന്റെ കാണാതെ പോയ 1.5 പവൻ്റെ മോതിരം എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. യാതൊരു ഇതും ഇല്ലാതെ ഏട്ടാ പറയുന്നത്. അല്ല ഞാനത് എപ്പോഴാണ് കൊണ്ടുവന്ന് പേഴ്സിൽ വെച്ചത് എന്നൊക്കെ ഇങ്ങനെ വൈദ്യ എന്നിട്ട് അവിടെ നിന്ന് ഉരുണ്ട് കളിക്കുന്നു. അതിന് വേണ്ടി നീ ആരെയാടി സംശയിച്ചതെന്ന് നേരം ചോദിച്ചു. മാരം കൂട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഉത്തരം മുട്ടിയപ്പോൾ കൊഞ്ഞനം കുത്തുന്നു പറഞ്ഞ അവസ്ഥ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഉത്തരം മുട്ടിയപ്പോൾ ഭർത്താവിനെ ഒഴിവാക്കിയിട്ട് അങ്ങ് പോകാൻ നോക്കുക. പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്ത് ആ കുട്ടിയെ ചോദ്യം ചെയ്യിച്ചാലോ എന്ന് പോലും നീ ആലോചിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയൊന്നും നമ്മൾ ചെയ്തില്ലല്ലോ എന്ന് വൈജ. അപ്പോൾ അത് ഞാൻ നിരുത്സാഹപ്പെടുത്തിയത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു ബാലചന്ദ്രൻ. ഇത്ര പറയാനൊന്നുമില്ല, മറവി എല്ലാവർക്കും ഉള്ളതാ, മാറങ്ങോട്ടെന്നും പറഞ്ഞിട്ട് അതിനെ ഉന്തി തള്ളി മാറ്റിക്കൊണ്ടിരിക്കുക. മുഖത്തോക്കം ചളിപ്പായിപ്പോയി. ബാലചന്ദ്രൻ്റെ മുന്നിൽ തൊലി ഉരിഞ്ഞിങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ അതെ നീ ഇപ്പം തന്നെ ആ കുട്ടിയുടെ അടുത്ത് തന്നെ മോതിരം കാണിച്ച് സോറി പറയേണ്ടതാണെന്ന് പറയുമ്പോൾ പിന്നെ വീട്ടുവേലയ്ക്ക് നിൽക്കുന്ന പെണ്ണിൻ്റെ അടുത്തല്ലേ സോറി, അത്രയ്ക്ക് താഴേണ്ട ആവശ്യമൊന്നും എനിക്കില്ലെന്നും പറഞ്ഞ് പുള്ളിക്കാരി വലിയ ഡയലോഗുകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ദേ വൈജേ, കള്ളന്മാരെ വിശ്വസിക്കുന്നതിനേക്കാളും എത്രയോ വലിയ തെറ്റാണ് സത്യസന്ധന്മാരെ വിശ്വസിക്കുന്നത്. നിനക്കറിയാമോ? അവിശ്വസിക്കുന്നതെന്ന് പറയുമ്പോൾ എന്തായാലും സാധനം കിട്ടിയില്ലേ അത് മതിയെന്ന് പറഞ്ഞു. വിഷമിച്ച് പോയായിരുന്നു ഞാനെന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ഉരുണ്ട് കളിക്കുക അവിടെ കിടന്ന്. എന്നിട്ട് ഇദ്ദേഹത്തിന് മുഖത്ത് നോക്കാനുള്ള നാണക്കേട് കൊണ്ട് പുതപ്പും എടുത്ത് പെട്ടെന്ന് ചാടിക്കയറി തലയും മൂടി പൊതിച്ച് കിടന്നു ആശാത്തി. ഇത് കഴിഞ്ഞ് രാവിലെ ആയി. അവരെല്ലാവരും ഫുഡ് കഴിക്കുന്നു. വൈജ എടുത്ത് കൊടുക്കുന്നു. കൃഷ്ണ നീ വേഗം വന്നെടുത്ത് കഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ദേ അപ്പോഴത്തേക്കും ബാലചന്ദ്രനും വന്ന് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. പെട്ടെന്ന് തന്നെ റെഡിയായി അവിടുന്ന് പോകുന്നപ്പോൾ അലീന ഇതെല്ലാം എടുത്തുകൊണ്ട് കൊടുത്തു. ഇവർക്ക് കഴിക്കാനുള്ളത് പാത്രവും ചായയും കറികളും എല്ലാം. മക്കളെ ഇന്നലെ കാണാതെ പോയി മോതിരം കിട്ടി കേട്ടോ എന്ന് പറയാണ്. അപ്പോഴത്തേക്ക് അച്ഛൻ വൈജയന്തിക്ക് അത് വല്ലാത്തൊരു അടിയായി പോയി. ആ സമയത്ത് ഒന്നും പറഞ്ഞു മക്കളിങ്ങനെ നോക്കുക. എവിടുന്ന് കിട്ടിയേ എന്ന് രോഹിത് ചോദിച്ചു. ആരാച്ചെടുത്തേ എന്ന് ബബിത. അപ്പോൾ അത് അവളുടെ പേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നു, ഇവളത് മറന്നുപോയതാണെന്ന് ബാലചന്ദ്രൻ പറയാം. മക്കളുടെ മുന്നിൽ നാറ്റിച്ചു തള്ളയെ അച്ഛൻ. ആ സമയത്ത് അതിനിവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവൾ ഉണ്ടാക്കിയത്. ചോദ്യം ചെയ്യണം, പോലീസിനെ വിളിക്കണം, എന്തൊക്കെയായിരുന്നു. വീട്ടിൽ നിന്ന് സ്വർണവും പണവും കളവ് പോയാൽ അത് പോലീസിൽ അറിയിക്കേണ്ടേ, അതല്ലേ നാട്ടു നടപ്പ്. ഞാനും അതേ പറഞ്ഞോളൂ എന്നും പറഞ്ഞ് വലിയ ഡയലോഗ്. വെറുതെ സെർവൻ്റ് ചേച്ചിയെ കളിയാക്കിയെന്ന് കൃഷ്ണജി പറയുമ്പം നമ്മൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, സംശയിക്കുക തന്നെ വേണമെന്നും പറഞ്ഞുകൊണ്ട് വൈജ വലിയ ഡയലോഗ് ഇറക്കുമ്പം ഇനിയും നീ ആ മോതിരക്കേസിൽ നിന്ന് പിടിവിട്ടില്ലേന്ന് ചോദിച്ചു. നീ അലീനയോട് പറഞ്ഞോ മോതിരം കിട്ടിയെന്ന്? ഇല്ല, പിന്നെ പറഞ്ഞോളാമെന്ന് വൈജ. അതെന്താ പിന്നത്തേക്കാക്കുന്നത്? പിന്നെ നീ എപ്പോഴാണ് പറയാൻ പോണത്? പറയേണ്ട സമയത്ത് തന്നെ അത് പറയണ്ടേന്ന് ചോദിച്ചു. ആ സമയം പിന്നെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ വൈജ. അപ്പോഴാണ് അലീന ഇവർക്ക് കുടിവെള്ളമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നത്. രോഹിത് അന്നേരം അലീന ഇങ്ങനെ ഒരു നോട്ടമൊക്കെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരുന്നാണ് കഴിക്കുന്നത്. ആ സമയത്ത് അലീന നീ ഒരു വിവരം അറിഞ്ഞോ എന്ന് ചോദിച്ചു. കാണാതായ മോതിരം കിട്ടി കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അലീന ചിരിച്ചു. നന്നായി കിട്ടിയല്ലോ, സന്തോഷം എന്ന് അലീന പറയുമ്പോൾ വൈജയെയും അതുപോലെ അവിടെ ഇരുന്ന ബാലചന്ദ്രനെയും മക്കളെയും ഞെട്ടിച്ചുകൊണ്ടുള്ള മറുപടിയായിരുന്നു അലീനയുടേത്. ഇങ്ങനെ നോക്കിയിരിക്കും അവരെല്ലാവരും കേട്ടോ, പ്രത്യേകിച്ച് ബാലചന്ദ്രൻ. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉത്തരം മുട്ടിപ്പോയി. ഒന്നും മിണ്ടാൻ പറ്റിയില്ല അദ്ദേഹത്തിന്. എന്തെങ്ങനെ പ്രതികരിക്കും എന്നോർത്താണ് അദ്ദേഹം പറഞ്ഞത്. ആ സമയത്ത്
കൃഷ്ണ നീ ആ കറി ഞാനെന്നും പറഞ്ഞ് ബബിത ഇങ്ങനെ കൃഷ്ണയോട് പറഞ്ഞു ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന അതെടുത്ത് കൊടുക്കുക. ആ സമയത്ത് മോൾക്ക് ചോറിനൊരു ഓംലേറ്റ് കൂടി വെക്കട്ടെ എന്ന് കൃഷ്ണയോട് ചോദിച്ചു കേട്ടോ അലീന. ആ വെച്ചോളാൻ പറഞ്ഞു. അലീന അടുക്കളയിലേക്ക് പോകാൻ നോക്കുമ്പോൾ അലീന നിന്നെ ഇന്നലെ ഞങ്ങൾ വെറുതെ സംശയിച്ചു എന്ന് അദ്ദേഹം പറയാം. അദ്ദേഹത്തിനൊരു ഉളുപ്പുണ്ടല്ലോ, അദ്ദേഹം അങ്ങനെ പറഞ്ഞു. സോറി കേട്ടോ, അതിപ്പോൾ ആരായാലും സംശയിക്കില്ലേ സാറ്, ഞാനല്ലേ പുറത്തുനിന്നുള്ള ഒരേ ഒരാൾ എന്ന് അലീന ഇങ്ങനെ പറയുമ്പോഴും അദ്ദേഹം ഇങ്ങനെ അലീനയെ നോക്കുക. അതിനിപ്പോൾ സോറി ഒന്നും പറയേണ്ട കാര്യമില്ലെന്നേ എന്ന് വളരെ മര്യാദയായി മാന്യമായി സംസാരിച്ചു അലീന. അത് കേട്ടപ്പോൾ ഈ ബാലചന്ദ്രൻ ആ വൈജയുടെ നേരെ ഒരു നോട്ടം അങ്ങ് നോക്കി. ഒരു കൂസലും ഇല്ലാതിരിക്കുക ആ വൈജ അവിടെ. അപ്പോഴേക്കും പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള കുപ്പിയും ടിഫിൻ ബോക്സും ഒക്കെ ആയിട്ട് അലീന അടുക്കളയിലേക്ക് കയറിപ്പോയി. ആ സമയത്ത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ബാലചന്ദ്രൻ അവളോട് സോറി പറഞ്ഞതെന്ന് പറയുമ്പോൾ, ഇല്ലേ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ സോറി പറഞ്ഞതെന്ന് ബാലചന്ദ്രൻ. നീ അത്രയ്ക്ക് ഹരാസ് ചെയ്തിട്ടുണ്ട് അതിനെ, എന്നിട്ട് അവളുടെ റിയാക്ഷൻ കണ്ടില്ലായിരുന്നു എന്ന് ചോദിക്കുന്ന വൈജയോട്. അത് അന്തസ്സാണെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു. കണ്ടു പഠിക്കണം. ഇവിടെ അവളെ സംശയിച്ച നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ, മനസ്സിലായോടിയെന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും കള്ളന്മാരെ പോലെ നോക്കുക കേട്ടോ. മൂത്തതുങ്ങൾ രണ്ടും. കൃഷ്ണജി ഒന്നും മിണ്ടിയില്ല. അവളെ പോലീസിൽ ഏൽപ്പിക്കാൻ വരെ ആലോചിച്ചവളല്ലേ നീ, അങ്ങനെ അങ്ങനെ ചെയ്തിരുന്നെങ്കിലോ? എന്നിട്ടൊരു സോറി പറയാൻ നിനക്ക് തോന്നിയോ? പിന്നെ വീട്ടുവേലക്കാരുടെ അടുത്തല്ലേ സോറി, അവരും മനുഷ്യരാണ് നമ്മളെപ്പോലെ തന്നെ, മനസ്സിലായോ എന്ന് ചോദിച്ചു. കൃഷ്ണജയ്ക്ക് ഒട്ടും വൈജയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കൃഷ്ണജയ്ക്ക് ഭയങ്കര സങ്കടമായി. അതിങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുക. അപ്പോൾ കറി ഒഴിച്ച് കഴിക്കും മോളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ മകൾക്ക് കറിയൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. അലീനെ കൊള്ളില്ല, അലീന ഉണ്ടാക്കണ കറിയും ചോറും വെള്ളവും ചായയൊക്കെ കൊള്ളാം. അതെടുത്ത് മുട്ട വിഴുങ്ങിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ചേച്ചി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശി അവിടെ നിന്ന് ഫുഡ് കഴിച്ചു, പ്ലേറ്റൊക്കെ അവിടെ വെച്ചു. അപ്പോഴേക്കും മകള്, അതായത് വൈജ അമ്മയ്ക്ക് അരികിലേക്ക് വന്നു. അമ്മയ്ക്ക് രാവിലെ തന്നെ ഫുഡൊക്കെ കിട്ടിയോ? അതൊക്കെ ആദ്യമേ തന്നെ അവൾ എനിക്ക് തന്നായിരുന്നു, ചായ കുടിച്ച ഗ്ലാസ്സും ഇരിക്കുന്നു എന്ന് പറഞ്ഞു. വായ വെച്ച് തിന്നാൻ കൊള്ളാവോ അവൾ ഉണ്ടാക്കുന്ന ഓരോരോ സാധനങ്ങൾ എന്നിങ്ങനെ വൈജ അമ്മയോട് ചോദിക്കുമ്പോൾ നല്ലതാണല്ലോ എന്ന് അമ്മ പറഞ്ഞു കേട്ടോ. വെള്ളയപ്പവും ഉരുളക്കിഴങ്ങ് കറിയും ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് നല്ല രുചിയായിട്ട് അവൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ചായയും നല്ലതാണല്ലോ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് രുചി വല്ലതും അറിയാവോ? പ്രായമായില്ലേ എന്ന് വൈജ. അലീനെ എടി അലീനെ എന്നും പറഞ്ഞ് വീണ്ടും അതിനെ കിടന്ന് വിളിക്കുക. അപ്പം നീ എന്തിനാടി ഇത്രയ്ക്ക് ഒച്ച വയ്ക്കുന്നതെന്ന് അമ്മ ചോദിച്ചു. വിളിച്ചാൽ കേൾക്കണ്ടേ അമ്മേ? അലീനെ എടി എന്നും പറഞ്ഞ് വിളിച്ചിട്ട് വീണ്ടും അമ്മയുടെ അടുത്തേക്ക് വരുന്നു. അമ്മയുടെ കയ്യും വായും കഴിച്ചവള് നീ പ്ലേറ്റും ഗ്ലാസ് കൂടി ഇരുന്നാൽ മതി, എടുത്തോണ്ട് പോയി കഴുകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പം അവൾ അത് ചെയ്തോളും, നീ കിടന്ന് അലക്കണ്ടാന്ന് നേരം അമ്മ വൈജയോട് പറഞ്ഞു. അവൾക്ക് വേറെ 100 കൂട്ടം പണി കാണത്തില്ലേ എന്നും അമ്മ ചോദിച്ചു. അപ്പോഴത്തേക്കും അലീന അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ എന്തിനാ വിളിച്ചതെന്ന് ചോദിച്ചു. ഇത് എന്തുവാടി എന്നും ചോദിച്ചുകൊണ്ട് അതിനെ കുറ്റം പറയുന്നു. അപ്പോൾ അലീന ഇങ്ങനെ നോക്കുക കേട്ടോ. ഇത് എടുത്തോണ്ട് പോവണ്ടേന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അലീന പ്ലേറ്റ് എടുത്തു. ആ സമയത്ത് ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കാം. അമ്മ കഴിച്ചു തീർന്നപ്പോൾ കയ്യും വായും കഴിയിച്ചോ നീ എന്ന് ചോദിക്കുമ്പം ഇപ്പം തന്നെ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അന്നേരം മോളെ നീ നിന്റെ പണിയൊക്കെ തീർത്തിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞു മുത്തശ്ശി. അതൊന്നും സാരമില്ല, ഞാൻ ചെയ്യിച്ചോളാമെന്നും പറഞ്ഞ് അലീന ഇങ്ങനെ ആ പ്ലേറ്റ് അവിടെ നിന്ന് കൊണ്ടുപോയി വാഷ് ചെയ്യാൻ വേണ്ടി അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പാത്രവും കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് കപ്പും എല്ലാം ആയിട്ട് അങ്ങ് വന്നു കേട്ടോ. അമ്മയുടെ കൈ കഴിക്കാനും അതുപോലെ അമ്മയുടെ വാ കഴിക്കാനും ഒക്കെ ഇതെല്ലാം നോക്കി വൈജ ഇങ്ങനെ നിൽക്കുക. ഓരോ ഇതും കാണിക്കുന്നില്ല, മുഖത്ത് ഏതാണ്ട് കടന്നൽ കുത്തിയതുപോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ അലീനയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അമ്മയ്ക്ക് പോലും ദേഷ്യം വരുന്നുണ്ട് വൈജയോട്. അമ്മ വെള്ളമൊക്കെ കുടിച്ച് അവിടെ അങ്ങനെ ഇരിക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നമ്മുടെ അലീന അങ്ങോട്ടേക്ക് വന്നു. അലീന വന്നു കഴിഞ്ഞപ്പോൾ നീ എന്താടി ഇങ്ങനെ നിൽക്കുന്നത്? നിന്റെ മോതിരമൊക്കെ കിട്ടിയല്ലേ? നിന്റെ നിപ്പും ഭാവമൊക്കെ കണ്ടത് കിട്ടണ്ടായിരുന്നു എന്ന് തോന്നുമല്ലോ എന്ന് അമ്മ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും മോക്കത് ഇഷ്ടപ്പെട്ടില്ല. അമ്മ ഇങ്ങനെ നോക്കുക. അലീന ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വരുന്നേ. ആ സമയത്ത് നീ ഇവളെ സംശയിച്ചത് വെറുതെ ആയില്ലേടി മോളെ? ഉടനെ അമ്മയുടെ അടുത്ത് വിവരം അവളെ എത്തിച്ചല്ലോ മോതിരം കിട്ടിയെന്ന്. ഇവളല്ല, എൻ്റെ അടുത്ത് പറഞ്ഞത് കൃഷ്ണമോളാണെന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. അന്നേരവും വൈജയ്ക്ക് നാണക്കേട്. എൻ്റെ മോളെ തെറ്റ് ചെയ്യാത്തവരെ തെറ്റുകാരായി കാണുമ്പോഴേ അവർക്ക് ഭയങ്കര വിഷമമുണ്ടാകും, അത് നിനക്കറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ അലീനയുടെ കണ്ണങ്ങ് നിറഞ്ഞു. എല്ലാവരും കൂടെ എടുത്ത് തലയിലോട്ട് കയറ്റി വെച്ചോ, എനിക്കിപ്പോഴും സംശയം മാറിയിട്ടൊന്നും ഇല്ല എന്ന് ഈ വൈജ ഇങ്ങനെ പറയുമ്പം എന്ത് സംശയം? എന്തോന്നാടി നീ പറയുന്നതെന്ന് അമ്മ ചോദിക്കാം. അത് ഞാൻ പിന്നെ പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ. അപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ഒരു സങ്കടം കേട്ടോ. നിനക്ക് എന്നാടി ഇതിനോട് ഇത്രയ്ക്ക് ദേഷ്യം? നീ കൊച്ച് എന്നാ ചെയ്തിട്ടാടി? ഇവളെ കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണല്ലോ നിനക്ക്. എനിക്കറിയാം ഇവളെങ്ങനെയായി വീട്ടിലെത്തിയതെന്ന് എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ പറയാം. അപ്പോഴത്തേക്കും
നമ്മുടെ അലീന ഞെട്ടി. ഇനി അമ്മയ്ക്ക് വല്ല സത്യവും മനസ്സിലായോ എന്ന് ഓർത്ത്. നിനക്ക് എന്നെ അറിയാവുന്നു, നീ എന്നതാ ഉദ്ദേശിക്കുന്നത് എന്ന് മുത്തശ്ശി ചോദിച്ചു. അപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ പേടിയോടുകൂടി അമ്മയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അച്ഛനും മനുവും കൂടെ പോയിട്ടല്ലേ സെലക്ട് ചെയ്തത്. പ്രായം ചെന്ന ബോധവും വിവരവും പകുതിയായ അച്ഛനെ കണ്ണീര് കാണിച്ചു മയക്കി കാണും. ആകെ ഉണ്ടായിരുന്ന ഒരു അമ്മച്ചി ചത്തുപോയി, ആരുമില്ല, അനാഥയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛൻ കൂടുതലൊന്നും ചിന്തിച്ച് കാണത്തില്ലായിരിക്കുമെന്നും പറഞ്ഞിങ്ങനെ പറയുക. അപ്പോഴാണ് അലീനയുടെ മനസ്സൊന്ന് തണുത്തത്. പക്ഷെ ഉള്ളു വല്ലാണ്ട് പൊള്ളുന്നുണ്ട് കേട്ടോ പാവത്തിന്. മനു തൊലി വെളുപ്പ് മാത്രം നോക്കി. ആമ്പിള്ളേർക്ക് പിന്നെ അത് മതിയല്ലോ എന്നും പറഞ്ഞിങ്ങനെ മനുവിനെ കുറിച്ചും പറയാം. എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് സ്വന്തം മകളെ പറ്റിയാ പറയുന്നതെന്ന് അറിയാതെ അമ്മ നിന്നിങ്ങനെ ഘോര പ്രസംഗിക്കുകയാണ്. അലീന ഇങ്ങനെ ദയനീയമായിട്ട് വൈജി അന്നേരം നോക്കുക. അപ്പം നീ എന്നെ തുറിച്ച് നോക്കുമൊന്നും വേണ്ട കേട്ടോ. ഞാൻ പറഞ്ഞത് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പം എൻ്റെ പൊന്ന് ജയമോളെ, ഇതേതോ നല്ല കുടുംബത്തിൽ ജനിക്കേണ്ട കൊച്ച, നീ അതിനെ മെക്കിട്ട് കയറാതെ എന്നൊക്കെ പറയുമ്പം പിന്നെ നല്ല കുടുംബം, ഏതോ പിഴച്ചവൾ അനാഥാലയത്തിൽ ഉപേക്ഷിച്ച് കളഞ്ഞവളായത്, സ്വന്തം സ്വഭാവം തന്നെ പറയാണ്. ഇതൊക്കെ കേട്ട അലീന ഇങ്ങനെ ദയനീയമായിട്ട് കണ്ണും നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. സ്വന്തം സ്വഭാവമാണല്ലോ വിളിച്ച് പറയണേന്ന് ഓർത്തിട്ട്. അപ്പം ഞാനല്ലല്ലോ പിഴച്ചത്, എൻ്റെ അമ്മയല്ലേ പിഴച്ചതെന്ന് അലീന അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നു. അതാരാണെന്ന് പോലും നിനക്ക് അറിയത്തില്ലല്ലോ, അറിയാമോ എന്ന് വൈജി അന്നേരം ചോദിച്ചു. അലീന ഇങ്ങനെ വല്ലാണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അലീനെ തൊട്ട് അലീന ചുമ്മാ ഇരിക്കോ? അപ്പോൾ നീ എന്താടി എന്നെ നോക്കി പഠിപ്പിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പൊന്ന് ജയമോള്, നിനക്ക് എന്തിൻ്റെ കേടാ? എന്തിനാ അതിനോട് ഇങ്ങനെ വിരോധം കാണിക്കുന്നേ? നിന്റെ മോളാകാനുള്ള പ്രായമല്ലേ അതിനുള്ളൂ എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും വൈജി ഇങ്ങനെ നോക്കുവാണ് അലീനയെ. ആ സമയത്ത് അലീന കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ. അങ്ങനെ നമ്മുടെ വൈജയുടെ നാവ് അടപ്പിച്ചിട്ട് അലീന പോകുന്നത് നോക്കി വൈജ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ അലീനയുടെ കാര്യത്തിൽ വൈജയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. ആ സമയത്ത് എന്നോട് അഭിപ്രായം ചോദിക്കാതെ എൻ്റെ ഇഷ്ടം നോക്കാതെ ചെന്ന് കൂട്ടിക്കൊണ്ട് വന്നതല്ലേ. ബാലചന്ദ്രനും കൂടെയല്ലേ ആ മനുവിൻ്റെ കൂടെ ഒന്ന് പോയത്. അതിനിപ്പോൾ എന്തു പറ്റി? ബാലചന്ദ്രൻ്റെ മുഖത്ത് എന്താ കണ്ണില്ലായിരുന്നോ? ഇങ്ങനെ ഒരു പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയ പ്രശ്നമാകുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ വൈജ ചോദിക്കുക. ഒരു കോമൺ സെൻസ് ഒക്കെ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ബാങ്കിൽ പോകാൻ നേരമായില്ലേ, നീ പോകാൻ പറഞ്ഞു, ഞാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് വൈജ എന്നിട്ട് അവിടെ നിന്ന് പോയി. ഏതിനും കുറ്റം കാണുന്ന ഈ സ്വഭാവമേ നീ ഒന്ന് കുറയ്ക്കണം കേട്ടോ എന്ന് അമ്മ പറഞ്ഞു. പ്രായമായിട്ട് വരുക, അത് നിനക്ക് ഓർമ്മ വേണമെന്ന് പറയുമ്പോഴത്തേക്കും പോയ മകള് തിരിച്ചു കയറി വന്നു. അതെ, അമ്മ ഇനി എന്നെ ഉപദേശിച്ച് നന്നാക്കാനൊന്നും നോക്കണ്ട കേട്ടോ എന്ന് മകള്. അതും പറഞ്ഞു വൈജി എന്നിട്ട് എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ അവിടെ നിന്നിട്ട് അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനാഥാലയത്തിൽ ആ കുഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോൾ ഈ ശബ്ദം കേട്ട് അവിടുത്തെ ചേച്ചി ഏറ്റു വന്നു. എന്താ മോളെ എന്ന് ചോദിച്ചു. എന്തിനാ മോള് കരയുന്നേ? അപ്പോഴത്തേക്ക് അവരെ കാണണമെന്നും പറഞ്ഞാൽ കുഞ്ഞ് ഭയങ്കര കരച്ചിലാട്ടോ. അപ്പോൾ ഈ ജനലിൻ്റെ അങ്ങോട്ട് നോക്കി കുഞ്ഞ് കണ്ടപ്പോൾ ഒരു നിഴല്. അത് കണ്ടപ്പോഴത്തേനും കൊച്ചിന് പേടിയായി. അത് മോൾക്ക് വെറുതെ തോന്നിയതാണെന്ന് പറഞ്ഞു. ഇല്ല, സത്യമായിട്ടും അല്ല എന്ന് പറഞ്ഞു. എന്നും പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിങ്ങനെ കരയുന്നത് കേട്ടപ്പോഴത്തേക്കും മദറമ്മ അതിലെല്ലാം ഇറങ്ങി നോക്കുക. അപ്പോഴത്തേക്കും മദറമ്മ വന്നിട്ട് ചോദിച്ചു, എന്താ കാര്യം, എന്തിനാ കുഞ്ഞ് കരയുന്നതെന്ന്. അപ്പോൾ കുഞ്ഞിതേ ജനലിലേക്ക് നോക്കി കരയും, എന്തോ കണ്ട് പേടിച്ചതാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോഴേക്കും മദറമ്മയും വന്നു ആ കുഞ്ഞിനെ സമാധാനിപ്പിക്കുവാണ്. മോൾ എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. ആ ജനലിൻ്റെ അടുത്ത് വന്ന് അവളെ വിളിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ സ്വപ്നം കണ്ടതായിരിക്കും. ഈയിടെ സ്വപ്നം കാണൽ ഇച്ചിരി കൂടുതലാണെന്ന് പറഞ്ഞു ആ ചേച്ചി. എപ്പോഴും രേവതി, അലീനയും മമ്മിയൊക്കെ അവൾ സ്വപ്നത്തിൽ കാണുകയാണെന്ന് പറയുമ്പം അവരായിരുന്നല്ലോ ഇവളുടെ എല്ലാം എന്നും പറഞ്ഞിങ്ങനെ ഈ മദർ പറഞ്ഞു. സാരമില്ല, വിഷമിക്കണ്ട കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മദറമ്മ ഇങ്ങനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് അതിനെ കിടത്തി ഉറക്കിക്കോളാനും പറഞ്ഞു. എന്നിട്ട് അതും പറഞ്ഞു മദറമ്മ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പം നമുക്ക് ഉറങ്ങാൻ ചെന്നിക്കുട്ടേ, അവരിനിയും വരികയാണെങ്കിൽ ഞാൻ പറയാം കേട്ടോ, എൻ്റെ കുഞ്ഞ് ചാച്ചി ഉറങ്ങിക്കോട്ടോ എന്ന് പറഞ്ഞാൽ ചേച്ചി ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവിടെ കിടന്ന് ഉറക്കുക. അങ്ങനെ ആ കുഞ്ഞ് അവിടെ കിടന്ന് ഉറങ്ങുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ അലീന കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ ബാഗ് തപ്പുക. എൻ്റെ ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടില്ല എന്ന് പറഞ്ഞു. നിനക്ക് ഫോണൊക്കെ ഉണ്ടായിരുന്നോ? നീ ആരും വിളിക്കുന്നൊന്നും ഞാൻ കേട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ മമ്മിയുടെ ഫോണായിരുന്നു, ഞാനതെടുത്ത് ബാഗിലിട്ടുകൊണ്ട് പോകുന്നതാണെന്നൊക്കെ അലീന പറയുവാണ്. ഓ, എനിക്കും ഉണ്ടായിരുന്നു ഒരെണ്ണം, അതെ കമല വെള്ളത്തിലിട്ട് നശിപ്പിച്ച് കളഞ്ഞെന്ന് പറഞ്ഞു മുത്തശ്ശി. അപ്പോഴേക്കും ഞാനേ മക്കളെ വിളിച്ച് അവരുടെ കുറ്റം പറയാതിരിക്കാനേ അതിന് വേണ്ടിയിട്ട് മുത്തശ്ശി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അലീന ബാഗിലും അവിടെ ഇവിടെ എല്ലാം തപ്പുപോട്ടെ അലീനയുടെ ഫോൺ. പക്ഷെ അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ കുറേ തപ്പി കഴിഞ്ഞപ്പോൾ കിട്ടി. ആഹാ, ഇത് ചത്തിരിക്കുകയാണല്ലോടി മോളെ, ചാർജ് ചെയ്യുന്നില്ലായിരുന്നല്ലോ, അതാണെന്ന് അലീന പറഞ്ഞിട്ട് പിന്നെ ചാർജർ എടുത്തു. ഇത് ഒരുപാട് പഴയതായി പോയതല്ലേടി, ഇപ്പം ഇങ്ങനത്തെ ഫോണൊക്കെ കിട്ടൂടി. അത് പിന്നെ ഇത് തന്നെ മമ്മിക്ക് അധികമായിരുന്നു എന്നേരം പറയാം അലീന. നിനക്കെന്താ സ്വന്തമായിട്ടൊരു ഫോണൊന്നും ഇല്ലാത്ത? ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാത്ത പെൺപിള്ളേരുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ലല്ലോ മുത്തശ്ശി, പിന്നെ എന്തിനാണെന്ന് അലീന ചോദിക്കുക. ആരെ വിളിക്കാനാ? ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉള്ളവർക്കല്ലേ ഫോൺ വേണ്ടതായിട്ടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞ് എനിക്കിതില്ലാത്തത് കൊണ്ട് ഒരു കുറവും തോന്നിയിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി എന്തായാലും വേണം, ചാർജ് ചെയ്തൊക്കെ വെച്ചോ എന്നും പറഞ്ഞിങ്ങനെ ചാർജ് ചെയ്യാനായിട്ട് ചാർജറും കൊടുത്തു മുത്തശ്ശി. അലീന അത് ചാർജ് ചെയ്യുക. ആ സമയത്ത് ചാർജിങ്ങിന് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മുത്തശ്ശിയും അലീനയും കൂടി ഇങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ എല്ലാം എടുത്തൊക്കെ വെച്ചു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് മാമച്ചനും ഗ്രേസമ്മയും കൂടെ പുറത്ത് പോയിട്ട് വീട്ടിലേക്ക് വരിക. അപ്പോൾ നല്ല മഴ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത മഴ. നല്ല മഴയാണല്ലോ എന്നും പറഞ്ഞിങ്ങനെ മാമച്ചൻ ഇരിക്കുമ്പോൾ കുട എവിടെയാണ് വെച്ചത് മാമച്ചാന്ന് ചോദിച്ചു. അപ്പോൾ ഡിക്കിയിലുണ്ടെന്ന് പറഞ്ഞു. ടിക്കി തന്നെ വെച്ചാൽ മതി കേട്ടോ എന്ന് ഗ്രേസമ്മ. അപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി കുടയായിട്ട് ഇവരുടെ അടുത്തേക്ക് വന്നു, വണ്ടിക്ക് അടുത്തേക്ക്. അപ്പോൾ വന്നു, കുട നിവർത്തി ഇവരെ നനയാതെ കുടയ്ക്കകത്തേക്ക് കയറ്റി. നിങ്ങൾ ഈ കുടയ്ക്കകത്തേക്ക് കയറാൻ പറഞ്ഞു മാമച്ചനോട്. അപ്പോൾ വണ്ടി പോർച്ച് കൊണ്ടിടാൻ പറഞ്ഞ് ഡ്രൈവറെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെ നടുവിൽ നിന്ന് കുടയൊക്കെ ചൂടി നമ്മുടെ കൊച്ചിങ്ങനെ ഇവരെയും കൊണ്ട് അകത്തേക്ക് ചെല്ലുക. അപ്പോൾ ഞങ്ങൾ വരാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നോ നീ എന്ന് ചോദിച്ചു ഗ്രേസമ്മ. ഞാൻ കുറേ നേരമായെന്ന് രേവതിക്കുട്ടി പറയാം. അങ്ങനെ അവർ രണ്ടുപേരും രേവതിക്കുട്ടിയുടെ കൂടെ ഇങ്ങനെ അകത്തേക്ക് കയറി പോകുമ്പോൾ രേവതിക്ക് അത് ഭയങ്കര സന്തോഷമായിട്ടോ. അച്ഛനും അമ്മയും മോളും പോകുന്നത് പോലെ അവർ 3 പേരും കൂടെ അകത്തേക്ക് കയറി പോകണം. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാമച്ചൻ അവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ രേവതിക്കുട്ടി ചൂട് ചായയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. ചൂട് ചായ ജിഞ്ചർ ടീ ആണെന്ന് പറഞ്ഞു. ജിഞ്ചറോ? കൊള്ളാലോ എന്നും പറഞ്ഞു മാമച്ചൻ ചായ കുടിക്കുന്നു. ആ സമയം സാധനങ്ങളെല്ലാം കവറെല്ലാം അവിടെ ഇരിക്കുക. അപ്പോഴേക്കും നീ ഇതെല്ലാം എടുത്ത് റൂമിൽ കൊണ്ട് വെച്ചില്ലേ എന്ന് ഗ്രേസമ്മ ചോദിച്ചു. അയ്യോ ഞാൻ മറന്നുപോയി, ഏത് റൂമിലാണ് വെക്കേണ്ടേ എന്ന് ചോദിക്കുമ്പം നിൻ്റെ റൂമിൽ അല്ലാതെ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോഴേക്കും രേവതിക്കുട്ടി ഞെട്ടി. എനിക്കോ? എനിക്കെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതിനെന്നെ പറയേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ അത് നിൽക്കുമ്പോഴത്തേക്കും ഉടുപ്പെടുത്ത് അങ്ങ് രേവതിയുടെ കയ്യിലേക്ക് കൊടുത്തു. രേവതി ഞെട്ടിപ്പോയി. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിച്ചു. എന്തായാലും സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി തന്നെ വിളിച്ചു പറഞ്ഞു നമ്മുടെ അലീന. ഭർത്താവിൻ്റെ മുന്നിൽ ചൂളി വേളറി വെളുത്ത് മക്കളുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടി വന്നു വൈജയ്ക്ക്. എന്തായാലും അലീന വന്നതോടുകൂടി അഹങ്കാരവും പത്തിയൊക്കെ കുറച്ച് താണിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയൊരു അടിപൊളി കഥയൊക്കെ ആയിട്ട് നമ്മുടെ കഥാവിശേഷങ്ങൾ ഇനി ഒരുപാട് വരാനിരിപ്പുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.